നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മുക്ത നഗരം പദ്ധതിക്കായും ലഹരി ഉപയോഗ വർധനയ്ക്കുമെതിരെ മുനിസിപ്പൽ തല പ്രതിരോധ സേന രൂപീകരണം ഉൾപ്പെടെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടുത്തി ആലപ്പുഴ നഗരസഭയുടെ 2025-26 വാർഷിക ബഡ്ജറ്റ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അവതരിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ബഡ്ജറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 4 വർഷക്കാലത്തെ ബഡ്ജറ്റിലെ കാതലായ ഒരു പദ്ധതിയും നടപ്പാക്കാതെയാണ് ഇപ്പോൾ പുതിയ ബഡ്ജറ്റുമായി നഗരസഭ മുന്നോട്ട് വന്നതെന്ന് ആരോപിച്ച് UDF കൗൺസിലർമാർ ബഡ്ജറ്റ് യോഗം ബഹിഷ്കരിച്ചു. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദ്വിദിന ശില്പശാല ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവരസാങ്കേതിക മന്ത്രാലയവും അമൃത സർവകലാശാലയും സംയുക്തമായിട്ടാണ് ദ്വിദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വ്യാജിത് പ്രഭു ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കണിച്ചുകുളങ്ങര മൃഗാശുപത്രിയുടെ അങ്കണത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ABC സെന്റർ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രണ വിധേയമാക്കുമെന്ന് മന്ത്രി ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി യോഗത്തിൽ അധ്യക്ഷയായി. വാർത്തകൾ വിശദമായി. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംസ്ഥാനത്തിന് അഭിമാനമായ നേട്ടമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു. ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ പ്ലാന്റാണ് മന്ത്രി നാടിന് സമർപ്പിച്ചത്. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചേർത്തലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ആപത്തും ദുഷ്കരവുമാണെന്നുള്ള നാട്ടിലെ അന്ധവിശ്വാസമാണ് ചേർത്തലയിലെ ശുചിമുറി മാലിന്യ പ്ലാന്റ് ഉദ്ഘാടനത്തോടെ പരാജയപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഏതൊരു വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാളും അഭിമാനത്തോടെയാണ് ഈ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൂട്ടായ്മയുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ഈ പ്ലാന്റ് യാഥാർത്ഥ്യമായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം അങ്ങേയറ്റം സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുക. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചൊരു ചരിത്ര നിമിഷമാണ്, അഭിമാനകരമായൊരു നേട്ടമാണ്. ഒരു വലിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ, വലിയ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഹൈവേ ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ, വേറെ ഏത് വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാളും പ്രാധാന്യം ഇതിനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട അധ്യക്ഷനും സ്വാഗത പ്രസംഗത്തിൽ ചെയർപേഴ്സണും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളെല്ലാം ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയവരാണ്, അതിന്റെ ഭാഗമായവരാണ്. ആ അനുഭവങ്ങൾ അവർ രണ്ടുപേരും വിശദീകരിച്ചു. ചേർത്തല ആനത്തറവെളിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെ പ്രളയ പുനരധിവാസ പദ്ധതിയിൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 7.7 കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. പ്രതിദിനം 2.5 ലക്ഷം ലിറ്റർ കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം പ്ലാന്റിൽ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ, മുൻ MP അഡ്വക്കേറ്റ് A. മാരിഫ്, ഇംപാക്ട് കേരള ഡയറക്ടർ S. സുബ്രഹ്മണ്യൻ, തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. ശശികല, നഗരസഭാ ഉപാധ്യക്ഷൻ TS. അജയ്കുമാർ, സ്ഥിരം സമിതി അംഗങ്ങളായ ശോഭ ജോഷി, G. രഞ്ജിത്ത്, മാധുരി സാബു, AS. സാബു, എലിക്കുട്ടി ജോൺ, LID ആൻഡ് EW ചീഫ് എഞ്ചിനീയർ KG. സന്ദീപ്, LSGD ജോയിന്റ് ഡയറക്ടർ S. ശ്രീകുമാർ, നഗരസഭാ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലഹരിമുക്ത നഗരം പദ്ധതിക്കായും ലഹരി ഉപയോഗ വർധനയ്ക്കുമെതിരെ മുനിസിപ്പൽ തല പ്രതിരോധ സേന രൂപീകരണം ഉൾപ്പെടെ വിവിധ ബോധവൽക്കരണ പരിപാടി ഉൾപ്പെടുത്തി ആലപ്പുഴ നഗരസഭയുടെ 2025-26 വാർഷിക ബഡ്ജറ്റ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അവതരിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ബഡ്ജറ്റ് യോഗത്തിൽ അധ്യക്ഷയായി. 234,34,715 രൂപ ആകെ വരവും 219,74,02,000 രൂപ ചെലവും 9,60,07,715 രൂപ നീക്കിയിരിപ്പുമായുള്ള വാർഷിക ബഡ്ജറ്റാണ്
നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അവതരിപ്പിച്ചത്. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി നഗരസഭാ തലത്തിൽ ഇനോക്കുലം നിർമ്മിക്കുന്ന യൂണിറ്റ് ആരംഭിക്കാൻ 10 ലക്ഷം രൂപ വകയിരുത്തി. റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണം, വിൻഡ്രോ കമ്പോസ്റ്റ്, യൂസർ എഡ്യൂക്കേഷൻ, വനിതാ വികസനം, സ്ത്രീകൾക്ക് ഓപ്പൺ ജിംനേഷ്യം, ഷീ ലോഡ്ജ്, ഡീപ് ക്ലീനിംഗ് യൂണിറ്റ്, കമ്മ്യൂണിറ്റി കിച്ചൺ എന്നിവയ്ക്കും ബഡ്ജറ്റ് മുൻതൂക്കം നൽകിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായി മോട്ടോർ സൈഡ് വീൽചെയർ പദ്ധതി, സ്മാർട്ട് അംഗനവാടികൾ, ഭിന്നശേഷി കലോത്സവം, അതിദരിദ്രരില്ലാത്ത നഗരം, വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ്, പട്ടികജാതി പട്ടികവർഗ വികസനം, പട്ടയം നൽകലടക്കം 2025-26 വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നഗരത്തിലെ എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിക്കായി 10 കോടി രൂപ വകയിരുത്തും. മത്സ്യവികസനം, മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കൽ, തൊഴിൽ മേളകൾ, ആംബുലൻസ് സംവിധാനം, വിനോദസഞ്ചാരം എന്നീ മേഖലയ്ക്കും തുക വകയിരുത്തി. നഗരസഭാ അധ്യക്ഷ KK ജയമ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി ഷിബു നാൽപ്പാട്ട്, കക്ഷി നേതാക്കൾ, സ്ഥിരം സമിതി അധ്യക്ഷർ, നഗരസഭാ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബഡ്ജറ്റ് യോഗത്തിൽ സംബന്ധിച്ചു. ഒരു ജനകീയ ക്യാമ്പയിനിലൂടെ അസാധ്യമെന്ന് കരുതിയിരുന്ന ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയും എന്ന ധാരണ കേരളത്തിന് മുന്നിൽ സുവ്യക്തമാക്കി കാണിച്ചു കൊടുത്തത് ആലപ്പുഴ നഗരമാണ്. നിർമ്മല ഭവനം, നിർമ്മല നഗരം 2.0 അടങ്ങുടെ ആലപ്പുഴ ക്യാമ്പയിനിലൂടെ നാം തുടങ്ങി വെച്ച ചിട്ടയായ പ്രവർത്തനങ്ങളാണ് കേരളത്തിന് വഴികാട്ടിയായത്. സ്വച്ഛ സർവേക്ഷൺ 2023 ദേശീയ പുരസ്കാരം നേടിയതും ആലപ്പുഴ നഗരസഭയാണ്. ഗാർഹിക തലത്തിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിന് ഏർപ്പെടുത്തിയ ബയോ കിച്ചൺ ബില്ലുകൾ, ഗാർഹിക തലത്തിൽ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്ത കഴിഞ്ഞ 4 വർഷക്കാലത്തെ ബഡ്ജറ്റിലെ കാതലായ ഒരു പദ്ധതിയും നടപ്പാക്കാതെയാണ് ഇപ്പോൾ പുതിയ ബഡ്ജറ്റുമായി നഗരസഭ മുന്നോട്ട് വന്നതെന്ന് ആരോപിച്ച് 2025-26 വാർഷിക ബഡ്ജറ്റ് UDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. കഴിഞ്ഞ 4 വർഷക്കാലത്തെ ബഡ്ജറ്റിലെ കാതലായ ഒരു പദ്ധതിയും നടപ്പാക്കാതെയാണ് ഇപ്പോൾ പുതിയ ബഡ്ജറ്റുമായി നഗരസഭ മുന്നോട്ട് വന്നതെന്ന് ആരോപിച്ച് 2025-26 നഗരസഭ വാർഷിക ബഡ്ജറ്റ് UDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് റീഗോ രാജുവിന്റെ നേതൃത്വത്തിലാണ് UDF കൗൺസിലർമാർ ബഡ്ജറ്റ് ബഹിഷ്കരിച്ച് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിച്ച നഗരസഭാ സ്റ്റേഡിയം, ട്രീറ്റ്മെന്റ് പ്ലാൻ, ടൗൺ ഹാളിന്റെ നിർമ്മാണമടക്കം നിരവധി പ്രഖ്യാപനങ്ങൾ എല്ലാ ബഡ്ജറ്റിലും അവതരിപ്പിച്ചിട്ടും യാതൊന്നും തന്നെ നാളിതുവരെ ചെയ്യാൻ നഗരസഭ ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നും നഗരത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ചില തട്ടിക്കൂട്ടു പരിപാടികൾ മാത്രമാണ് നഗരസഭാ ഭരണാധികാരികൾ എപ്പോഴും ചെയ്യുന്നതെന്നും റീഗോ രാജു കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 4 വർഷക്കാലവും ആലപ്പുഴ നഗരസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ കാതലായ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാതെയാണ് ഇപ്പോൾ ഈ ഭരണസമിതി പുതിയ ബഡ്ജറ്റുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മുൻകാല ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആലപ്പുഴ നഗരസഭയുടെ സ്റ്റേഡിയം, അതുപോലെ തന്നെ ആലപ്പുഴ ഹൗസ് ബോട്ടിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ആലപ്പുഴ നഗരസഭയ്ക്കായിട്ട് പുതിയ ഒരുപാട് മന്ദിരങ്ങൾ, ടൗൺ ഹാൾ ഉൾപ്പെടെയുള്ള മന്ദിരങ്ങൾ നിർമ്മിക്കും എന്ന പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ആലപ്പുഴ നഗരസഭ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ, ഏറ്റവും അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ, ബഡ്ജറ്റിന് തൊട്ടു മുമ്പ് ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി ആലപ്പുഴ നഗരസഭ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം, ആലപ്പുഴ നഗരസഭയുടെ ബ്രാൻഡഡ് വളം നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തിയിരിക്കുകയാണ്. ബഡ്ജറ്റിന്റെ തലേ ദിവസമാണ് ആലപ്പുഴ നഗരസഭയിൽ ഇത്തരമൊരു പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത്. ബഡ്ജറ്റിന്റെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദ്വിദിന ശില്പശാല ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവരസാങ്കേതിക മന്ത്രാലയവും അമൃത സർവകലാശാലയും സംയുക്തമായിട്ടാണ് ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അജിത് പ്രഭു ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സൈബർ സുരക്ഷാ വിഷയത്തെ ആസ്പദമാക്കി ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക് വിവരസാങ്കേതിക വിദ്യാ മന്ത്രാലയവും അമൃത സർവകലാശാലയും സംയുക്തമായിട്ടാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ പ്രവണതകളും അധ്യാപന രീതികളും പരിചയപ്പെടുത്തുന്നതിനും വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ അധ്യാപക സമൂഹത്തെ ശാക്തീകരിക്കുക എന്നതായിരുന്നു ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അജിത് പ്രഭു ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണെന്നും
അതിനെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോളേജ് ചെയർമാൻ എഞ്ചിനീയർ ജോസ് തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ റാം മോഹൻ ചടങ്ങിന് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ രജീന്ദ് നന്ദിയും പറഞ്ഞു. അധ്യാപകർ, ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവർ ശില്പശാലയിൽ സംബന്ധിച്ചു. കണിച്ചുകുളങ്ങര മൃഗാശുപത്രിയുടെ അങ്കണത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ABC സെന്റർ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രണ വിധേയമാക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷയായി. സംസ്ഥാനത്തെ തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രണ വിധേയമാക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ കണിച്ചുകുളങ്ങരയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിലെ ആദ്യ ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ഈ ABC സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേർന്നു. പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പറഞ്ഞപ്പോൾ തന്നെ അത് ഏക്കണമെന്ന് തീരുമാനിച്ചത് കേരളത്തിൽ ഇന്ന് തെരുവ് നായ്ക്കളുടെ പ്രശ്നം അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ്. ഞങ്ങളിന്ന് ഗവൺമെൻറ് ത്രിതല പഞ്ചായത്തുകൾക്ക് പ്രത്യേകിച്ചും ഇതിൻ്റെ അധികാരം ഗ്രാമപഞ്ചായത്തിനുൾപ്പെടെ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാത് പ്രദേശങ്ങളിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഗ്രാമപഞ്ചായത്താണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏകദേശം 8 ലക്ഷത്തോളം വളർത്തുമൃഗങ്ങളും അതോടൊപ്പം തന്നെ 3 ലക്ഷം വരെ വരുന്ന വീട്ടിൽ തെരുവ് നായ്ക്കളും നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും വലിച്ചെറിഞ്ഞാൽ അത്തരം സ്ഥലങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുമെന്നും അത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കണിച്ചുകുളങ്ങര മൃഗാശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 38,24,000 രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ABC സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് KG രാജേശ്വരി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, സ്ഥിരസമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, MB പ്രിയ, അഡ്വക്കേറ്റ് TS താഹ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, A ശോഭ, V ഉത്തമൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VG മോഹനൻ, KD മഹീന്ദ്രൻ, ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സന്തോഷ് ലാൽ, മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശനബായി, വൈസ് പ്രസിഡന്റ് CC ഷിബു, സ്ഥിരസമിതി അധ്യക്ഷരായ N പ്രീത, സുഗലാൽ, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ V സുജ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ V ഷെരീഫ്, ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ S രമ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കളക്ടറേറ്റിലെ ജാതി വിവേചനത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും പട്ടികജാതി വികസന ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ദലിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി മുൻ MLA A ശുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടറേറ്റിലെ ജാതി വിവേചനത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ വികസന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ച ഫണ്ടിൽ നിന്നും തുക ഗണ്യമായി വെട്ടിക്കുറച്ച നടപടി സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ദലിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായ A ശുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ആയാലും ഏത് ഉദ്യോഗസ്ഥനായാലും ജാതിയുടെ പേരിൽ പ്രത്യേക രജിസ്റ്ററിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തണം. എവിടുത്തെ ന്യായമാണ്? ഏത് നിയമത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പോ അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇതിനുള്ളിൽ ഉദ്യോഗസ്ഥന്മാരുള്ളിൽ ഇവിടത്തെ കാര്യങ്ങൾ പരിശോധിക്കാൻ കളക്ടർ ആരെയോ ചുമതലപ്പെടുത്തി, അയാൾ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഇതിൽ വീഴ്ചയില്ല എന്നാണ് പറയുന്നത്. 2 രജിസ്റ്ററുകൾ ഇങ്ങനെ പച്ചക്കള്ളവും കള്ള റിപ്പോർട്ടും ഇത് ക്ഷമിക്കുന്നവരാരാണെങ്കിലും ഞങ്ങൾ പറയുന്നു, അവർക്കെതിരെയുള്ള കടുത്ത ശിക്ഷ വരും കാലങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ ചുണ്ണാമ്പ് തുടങ്ങിയാണ്. ദലിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബിദു രാഘവൻ ധർണയിൽ അധ്യക്ഷനായി. ദലിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി C രഘുവരൻ ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി രവിപുരത്ത് രവീന്ദ്രൻ, മീനു സജീവ്, ജില്ലാ ഉപാധ്യക്ഷ MV ആന്റപ്പൻ, R ബാലൻ, AS ജയനാഥ്, K കൊച്ചുചെറുക്കൻ, K ശിവരാമൻ, MG കാർത്തികേയൻ, ശശി ഓലകത്ത്, സജി വാളാജേരി, വിജയകുമാർ ബാലകൃഷ്ണൻ,
ശശിധരകുമാർ, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർത്തലയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മുക്ത നഗരം പദ്ധതിക്കായും ലഹരി ഉപയോഗ വർധനയ്ക്കുമെതിരെ മുനിസിപ്പൽ തല പ്രതിരോധ സേന രൂപീകരണം ഉൾപ്പെടെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടുത്തി ആലപ്പുഴ നഗരസഭയുടെ 2025-26 വാർഷിക ബഡ്ജറ്റ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അവതരിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ബഡ്ജറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 4 വർഷക്കാലത്തെ ബഡ്ജറ്റിലെ കാതലായ ഒരു പദ്ധതിയും നടപ്പാക്കാതെയാണ് ഇപ്പോൾ പുതിയ ബഡ്ജറ്റുമായി നഗരസഭ മുന്നോട്ട് വന്നതെന്ന് ആരോപിച്ച് UDF കൗൺസിലർമാർ ബഡ്ജറ്റ് യോഗം ബഹിഷ്കരിച്ചു. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദ്വിദിന ശില്പശാല ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവരസാങ്കേതിക മന്ത്രാലയവും അമൃത സർവകലാശാലയും സംയുക്തമായിട്ടാണ് ദ്വിദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിയാജിത് ബാബു ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കണിച്ചുകുളങ്ങര മൃഗാശുപത്രിയുടെ അങ്കണത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ABC സെന്റർ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രണ വിധേയമാക്കുമെന്ന് മന്ത്രി ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി യോഗത്തിൽ അധ്യക്ഷയായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.